ഹലോ ഓൾ. നമ്മുടെ ഒരു പൊളിറ്റിയുടെ 20 ക്വസ്റ്റ്യൻസ് ടെസ്റ്റ് നടത്തിയതിന്റെ ഡിസ്കഷൻ ആണിത്. സോ ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ അബൌട്ട് ഈച്ച് ക്വസ്റ്റ്യൻ ആൻഡ് എങ്ങനെയാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പൊളിറ്റി ആസ് എ സബ്ജക്ട് എടുക്കുമല്ലോ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്, ജസ്റ്റ് അതിന്റെ ഒരു സ്മോൾ എക്സ്പ്ലനേഷൻ ആണ് ഇതിനകത്ത് ഈ ഒരു സെഷനിൽ എടുക്കുന്നത്. ബാക്കി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആ ഒരു ടോപ്പിക്കുകൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കൊണ്ടായിരിക്കണം ഈ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആ പോർഷൻസ് ഡീറ്റെയിൽഡ് ആയിട്ട് വായിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Here, first question is what is the preamble of Indian Constitution? Preamble of Indian Constitution എന്താണ് പറയുന്നത് എന്നുള്ളതാണ്. ഇൻട്രൊഡക്ഷൻ ആണോ, പ്രിഫേസ് ആണോ, ബിഗിനിങ് ആണോ, പ്രൊലോഗ് ആണോ, എന്താണ് പറയുന്നത് എന്നുള്ളതാണ്. സോ നമ്മുടെ പ്രിയാമ്പിളിനെ ആസ് വി ഓൾ നോ പ്രിഫേസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് പ്രിഫേസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നതെന്ന് വെച്ചാൽ പ്രിഫേസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നതെന്ന് വെച്ചാൽ because it explains the aim of the Indian Constitution. കോൺസ്റ്റിറ്റ്യൂഷന്റെ എയിം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ബേസിക് സ്ട്രക്ചർ എന്താണ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മൊത്തത്തിൽ പറയുന്ന സ്ട്രക്ചർ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഒരു വോളിയം അല്ലെങ്കിൽ ഒരു പാർട്ട് ആയതുകൊണ്ടാണ് പ്രിയാമ്പിളിനെ പ്രിഫേസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് കാണാതെ അറിയാമെന്ന് വിചാരിക്കുകയാണ്. അത് എന്തായാലും നിങ്ങൾ നോക്കിയിരിക്കേണ്ടതാണ്. ഈച്ച് വേർഡ്സ് എന്താണ്, അതിന്റെ മീനിങ് എന്താണ്, എന്തുകൊണ്ടാണ് ആ വേർഡ് പ്രിയാമ്പിളിൽ വന്നതെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് മേക്ക് ഷുവർ ദാറ്റ് യു ഗൈസ് നോ. ഓക്കെ, സോ പ്രിഫേസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറയുന്നത് ബിക്കോസ് ഇറ്റ് എക്സ്പ്ലെയിൻസ് ദ ബേസിക് സ്ട്രക്ചർ ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് എയിം ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് മേജർ ആയിട്ടുള്ള വേർഡ്സ് ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി എന്നൊക്കെ പറയുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന ഹോൾഡ് ചെയ്യുന്ന വാല്യൂസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷണൽ മേക്കേഴ്സിന്റെ മൊത്തത്തിലുള്ള ഐഡിയ പറയുന്നത് ഈ പ്രിയാമ്പിളിലാണ്. ഓൾസോ വൺ ഓഫ് ദ ലാർജസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, വേൾഡിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഇന്ത്യയിലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രിഫേസ് കൊടുക്കുക, എന്താണ് ഇത് എല്ലാ വോളിയം കൊണ്ട് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ എല്ലാ വോളിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ടാണ് പ്രിഫേസ് ആയിട്ട് പ്രിയാമ്പിൾ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് പ്രിയാമ്പിൾ നിങ്ങൾ കാണാതെ അത് എന്താന്ന് നോക്കിയിരിക്കണം. ഓക്കെ, സോ നെക്സ്റ്റ്, ഹൗ മെനി ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ ഗ്യാരണ്ടീഡ് ബൈ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? എത്ര ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ളത്? 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ളത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു, നോ മാറ്റർ വാട്ട് എക്സാം യു ആർ റൈറ്റിംഗ്, ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇസ് വൺ ഓഫ് ദ വെരി ഇമ്പോർട്ടന്റ് പോർഷൻ നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ മേജർ ആയിട്ട് 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്നത്. വിച്ച് ഇസ് ഫസ്റ്റ് വൺ ഇസ് റൈറ്റ് ടു ഇക്വാലിറ്റി. ആർട്ടിക്കിൾ 14 to 18 റൈറ്റ് ടു ഇക്വാലിറ്റി പറയുന്നുണ്ട്. റൈറ്റ് ടു ഫ്രീഡം ആർട്ടിക്കിൾ 19 to 22. റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ 23 to 24. ഫ്രീഡം ഓഫ് റിലീജിയൻ 25 to 28. Cultural and educational right 29 to 30. And right to constitutional remedies article 32. അപ്പം പാർട്ട് 3 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ പാർട്ട് 3 ആൻഡ് ആർട്ടിക്കിൾസ് 12 to 35 ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. 12 മുതൽ 35 വരെയുള്ള നമ്മുടെ ആർട്ടിക്കിളിലാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് റൈറ്റ് ടു ഇക്വാലിറ്റി പറയുന്നുണ്ട്, 14 to 18. റൈറ്റ് ടു ഫ്രീഡം പറയുന്നുണ്ട്, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. അപ്പം ഇങ്ങനെ 6 മേജർ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്. അതിന്റെ കീഴിൽ സബ് ഹെഡിങ്സ് ഉണ്ട്. കാരണം ഇവിടെ 14 to 18 ഇക്വാലിറ്റിയെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പൊ 14, 15, 16, 17 and 18 ഇങ്ങനെ എത്ര ഉണ്ട്? 5 സബ് ഹെഡിങ്സും സബ് ആർട്ടിക്കിൾസും അതിന്റെ കീഴിൽ പറയുന്നുണ്ട്, വിച്ച് ഇസ് വെരി ഇമ്പോർട്ടന്റ്. അത് ക്ലിയർ ആയിട്ട് നിങ്ങൾ നോക്കണം. ഓക്കെ, സോ ഫണ്ടമെന്റൽ റൈറ്റ്സ് മേജർ ആയിട്ട് പറയുവാണെങ്കിൽ എത്ര എണ്ണം ഉണ്ട്? 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് നമുക്ക് ഉള്ളത്. ഓക്കെ, സോ 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്, അത് നമ്മൾ നോക്കി. ഇനി വാട്ട് ഇസ് ആർട്ടിക്കിൾ 21 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടി? ആർട്ടിക്കിൾ 21 എന്ന് പറഞ്ഞാൽ എന്താണ് പറയുന്നത്? ആർട്ടിക്കിൾ 21 കംസ് അണ്ടർ റൈറ്റ് ടു ഫ്രീഡം. ഓക്കെ, റൈറ്റ് ടു ഫ്രീഡത്തിന്റെ കീഴിലാണ് ആർട്ടിക്കിൾ 21 പറയുന്നത്, വിച്ച് ഇസ് റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. ഓക്കെ, ഇനി റൈറ്റ് ടു ഫ്രീഡം 19 to 22 ആണ്. 19, 20, 21, 21A and 22 ഇത്രയും റൈറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്?
റൈറ്റ് ടു ഫ്രീഡം ആർട്ടിക്കിൾസ് ഈ റൈറ്റ് ടു ഫ്രീഡത്തിന്റെ കീഴിൽ പറയുന്നുണ്ട്. അതിൽ ആർട്ടിക്കിൾ 21 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്, വിച്ച് ഇസ് പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. ഈ ബാക്കി ആർട്ടിക്കിൾസ് കൂടി പഠിക്കുക. എല്ലാ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ 12 to 35 പാർട്ട് 3 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 12 to 35 ക്ലിയർ ആയിട്ട് എന്തായാലും അറിഞ്ഞിരിക്കാം. ഓക്കെ, ഇനി ഹൂ ഹാസ് ദ പവർ ടു ഡിസോൾവ് ദ ലോക്സഭ? ലോക്സഭ ഡിസോൾവ് ചെയ്യാൻ ആർക്കാണ് പവർ ഉള്ളത്? ഓക്കെ, ഡിസോൾവിംഗ് ഓഫ് ലോക്സഭ എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പം 5 വർഷം കൂടിയപ്പം ഇപ്പൊ ലോക്സഭ ഡിസോൾവ് ചെയ്തിട്ട് പുതിയ ഗവൺമെന്റ് ഫോം ചെയ്തു അല്ലെ. ലോവർ ഹൗസ് ഓഫ് ദ പാർലമെന്റിനെയാണ് ലോക്സഭ എന്ന് പറയുന്നത്. ലോക്സഭ ഇലക്ഷൻ ആണ് ഇപ്പൊ നടന്നത്. അതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടാവും. അപ്പം അതിനെ ഡിസോൾവ് ചെയ്ത് വിടുന്നത് പ്രസിഡന്റ് ആണ്. ഡിസോൾവ് ചെയ്യുന്നത് പല റീസൺ കൊണ്ടായിരിക്കും. കാലാവധി കഴിയുമ്പോൾ, അല്ലെങ്കിൽ കോയിലേഷൻ ഗവൺമെന്റ് ആണെങ്കിൽ മെജോറിറ്റി ഇല്ലാതാവുമ്പോൾ, അങ്ങനെ പല റീസൺസ് കൊണ്ട് ഡിസോൾവ് ചെയ്യാം. എന്ത് തന്നെ റീസൺ കൊണ്ട് ഡിസോൾവ് ചെയ്യുവാണെങ്കിലും പ്രസിഡന്റ് ആണ് അത് ഡിസോൾവ് ചെയ്യുന്നത്. ഓക്കെ, സോ ദ ഡിസൊല്യൂഷൻ ഓഫ് ലോക്സഭ, ദ ലോവർ ഹൗസ് ഓഫ് ഇന്ത്യസ് പാർലമെന്റ്, മാർക്സ് ദ എൻഡ് ഓഫ് ഇറ്റ്സ് ടേം, അവസാനിക്കുകയാണ്. ലീഡ് ടു ഇലക്ഷൻ ഓഫ് എ ന്യൂ ലോക്സഭ. ഓക്കെ, ഇപ്പൊ ഒരു ലോക്സഭ അവസാനിച്ചിട്ടാണ്, 5-year ടേം അവസാനിച്ചിട്ടാണ് നെക്സ്റ്റ് ന്യൂ ലോക്സഭ ഇപ്പൊ ഇലക്ഷൻ നടന്നത്. ഓക്കെ, സോ ആൻഡ് അതോറിറ്റി, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഹാവ് ദ അതോറിറ്റി ഡിസോൾവ് ദ ലോക്സഭ, ആൻഡ് ദിസ് ആക്ഷൻ ഇസ് typically taken on the advice of Prime Minister and Council of Ministers. So പ്രസിഡന്റ് ഇങ്ങനെ ഒരു ഡിസൊല്യൂഷൻ നടക്കുമ്പോൾ മെജോറിറ്റി ഓഫ് ദ ടൈമിലും പ്രൈം മിനിസ്റ്ററിന്റെയും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെയും അഡ്വൈസ് എടുക്കാറുണ്ട് ബിഫോർ ഡിസോൾവിംഗ് ലോക്സഭ. ഓക്കെ, നൗ റീസൺസ് ഫോർ ഡിസൊല്യൂഷൻ എന്തൊക്കെ വരാം എന്നുള്ളതാണ് നെക്സ്റ്റ്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് എന്താണ് ഒരു ലോക്സഭ ഡിസോൾവ് ചെയ്യാം എന്നുള്ളത്. സോ കംപ്ലീഷൻ ഓഫ് ടേം, ഞാൻ പറഞ്ഞ പോലെ, completion of term, which is 5-year term complete ചെയ്യുമ്പോൾ ഡിസോൾവ് ചെയ്യാം. പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി, അതാണ് ഇപ്പം മെജോറിറ്റി ലൂസ് ചെയ്യുന്നത്. ഏർലി ഇലക്ഷൻസ്, എന്താണ് പ്രൈം മിനിസ്റ്റർ അഡ്വൈസ് ചെയ്യുവാണ്, പ്രൈം മിനിസ്റ്റർ അഡ്വൈസ് ചെയ്യുവാണ് ലോക്സഭ, ലോക്സഭ പിരിച്ചുവിട്ടിട്ട് പുതിയ ജനറൽ ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യണമെന്ന് പ്രൈം മിനിസ്റ്റർ അഡ്വൈസ് ചെയ്യുവാണെങ്കിലും പ്രസിഡന്റിന് എന്തുണ്ട്? ദ റൈറ്റ് ടു ഡിസോൾവ് ദ ലോക്സഭ ആൻഡ് കണ്ടക്ട് എ ന്യൂ ലോക്സഭ ഇലക്ഷൻ ഉണ്ട്. സോ ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് ആർക്കാണ് ഇതിനുള്ള അവകാശം? പ്രസിഡന്റ് ആണ്, ആൻഡ് വിത്ത് ദ അഡ്വൈസ് ഓഫ് പ്രൈം മിനിസ്റ്റർ ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. ഓക്കെ, നെക്സ്റ്റ്, which part of the constitution deals with the executive? So executive എന്ന് പറയുന്ന concept, we know that we have legislature, executive and judiciary. Okay, so legislature law making, executive as law implementing, and judiciary is law protecting. So 3 കാര്യങ്ങളാണ് ഉള്ളത്. അതിൽ എക്സിക്യൂട്ടീവ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പാർട്ട് 5 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. ആൻഡ് ലെറ്റ്സ് ചെക്ക് ദാറ്റ്. ഒന്ന് നമുക്ക് നോക്കാം. സോ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ is divided into 25 parts, each dealing with different aspects of country's legal and administrative framework. Okay, 25 പാർട്ട് ഉണ്ട്. അതിൽ ഇമ്പോർട്ടന്റ് പാർട്ടുകൾ പല ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പല ടെസ്റ്റുകൾ എടുക്കുമ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ കിട്ടുന്നതനുസരിച്ച് പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് Part 5 of the Indian Constitution, which is Article 52 to 151, deals with എന്താണ് നമ്മളുടെ യൂണിയൻ എക്സിക്യൂട്ടീവ്. ഓക്കെ, എക്സിക്യൂട്ടീവിനെ പറ്റി പറയുന്നത് which is President, Vice President, Council of Ministers, Parliament, Legislative Procedures and Union Judiciary, including the Supreme Court. ഓക്കെ, അപ്പം പാർട്ട് 5 എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയെ പറ്റിയും പറയുന്നുണ്ട്. ബട്ട് പാർട്ട് 5 എന്ത് പറയുന്നത്? പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഇവരെല്ലാം വരുന്നത് ആരാണ്? അവരൊക്കെ എക്സിക്യൂട്ടീവ് ആണ്. ഇന്ത്യൻ സിനാരിയോയിൽ എക്സിക്യൂട്ടീവ് ലോ ഇംപ്ലിമെന്റിംഗ് ആൾക്കാരാണ്. ഓക്കെ, സോ ഇവിടെ 25 പാർട്സ് ഉണ്ട്. ഇവിടെ പാർട്ട് 1 എന്താ പറയുന്നത്? യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി, നമ്മുടെ ഇന്ത്യൻ ടെറിട്ടറിയെ പറ്റിയിട്ടുള്ള എക്സ്പ്ലനേഷൻ പാർട്ട് 1 വരുന്നത്. സിറ്റിസൺഷിപ്പിനെ പറ്റിയിട്ട് പാർട്ട് 2. പാർട്ട് 3 is ഫണ്ടമെന്റൽ റൈറ്റ്സ്. സോ അത് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇല്ല, ബട്ട് ഞാൻ ജസ്റ്റ് ആഡ് ചെയ്തതാണ്. നിങ്ങൾക്ക് അതൊന്ന് എന്താണ് വായിക്കാനും ഒന്ന് മനസ്സിലാക്കാനും. പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർട്ടിക്കിൾ 12 to 35 നമ്മൾ വേറൊരു ക്വസ്റ്റ്യനിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, ഏതൊക്കെ പാർട്ടാണ് എന്തൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, സോ ബാക്കി പാർട്സും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടുകൾ പല ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെക്കുക. ഓക്കെ, നൗ
So the term of office for a member of Rajya Sabha is, Rajya Sabha എന്ന് പറഞ്ഞാൽ എന്താണ്? upper house ആണ്. So ലോക്സഭ എന്താണ്? lower house ആണ്. lower houseലെ members എത്ര വർഷമാണ് term of office? 5 years ആണ്. അത് ഇവിടെ കൺഫ്യൂഷൻ ആവരുത്. രാജ്യസഭയിലാണെങ്കിൽ ഇറ്റ് ഇസ് 6 years. ഓക്കെ, രാജ്യസഭയിലെ മെമ്പേഴ്സിന്റെ ടേം ഓഫ് ഓഫീസ് എന്ന് പറയുന്നത് 6 years ആണ്. ലോക്സഭയിലാണെങ്കിൽ എന്താണ്? 5 year ആണ്. ഓക്കെ, ഇനി Rajya Sabha, which is upper house of India's parliament, has a unique system for a term of office of its members and which is 6 years. Okay, so ഇവിടെ എപ്പോഴും ചെയ്യുമ്പോഴത്തേക്കും ആൾക്കാർക്ക് തെറ്റിപ്പോകുന്നത് നമ്മളത് 5 years എന്ന് പറയും. ബിക്കോസ് മെജോറിറ്റി ഓഫ് ദ ടേംസ് നമ്മൾ പഠിക്കുന്ന 5 years വെച്ചിട്ടാണ്, ഇൻക്ലൂഡിങ് നമ്മുടെ ലോക്സഭയിലെ ആൾക്കാരുടെ ടെർമിനേഷൻ അല്ലെങ്കിൽ ടേം കഴിയുന്നതും 5 yearsലാണ്. ബട്ട് രാജ്യസഭ 6 years ആണെന്നുള്ള ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി വെക്കുക. ഓക്കെ, മറന്നു പോവാതിരിക്കുക. Now, who is the head of a state government in a state of India? സ്റ്റേറ്റിന്റെ ഹെഡ് ആരാണ്? നമ്മുടെ കേരള സ്റ്റേറ്റിന്റെ ഹെഡ് ആരാണ്? ചീഫ് മിനിസ്റ്റർ ആണ്. ഓക്കെ, സോ അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. ചീഫ് മിനിസ്റ്റർ ആണ് ഒരു സ്റ്റേറ്റിന്റെ ഹെഡ് എന്ന് പറഞ്ഞത്. അതേസമയം കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ആരാണ് ഓഫ് എ സ്റ്റേറ്റ്? കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ഓഫ് എന്താണ് സ്റ്റേറ്റ് ആരാണ്? ഗവർണർ ആണ്. ഓക്കെ, പക്ഷെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഹെഡ് ആരാണ്? സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഹെഡ് എന്ന് മാത്രം ചോദിക്കുക ആരാണ്? ചീഫ് മിനിസ്റ്റർ ആണ്. സോ ഗവർണർ ആണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് വരിക. ഓക്കെ, നൗ വിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ലോവർ ദ വോട്ടിംഗ് ഏജ് ഫ്രം 21 to 18? സോ ആദ്യം 21 ആയിരുന്നു നമ്മളുടെ വോട്ട് ചെയ്യാനുള്ള റൈറ്റ്. ഇപ്പൊ നമ്മൾ എല്ലാവരും 18 years കഴിയുമ്പോഴേ എന്ത് ചെയ്യുന്നുണ്ട്? വോട്ട് ചെയ്യുന്നുണ്ട്. സോ ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് പ്രകാരമാണ് ഈ വോട്ടിംഗ് ഏജ് 21 നിന്ന് 18 മാറ്റുന്നത്? 61st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റിലാണ് അങ്ങനെ ഒരു ചേഞ്ച് കൊണ്ടുവരുന്നത്. ഓക്കെ, 61ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റിലാണ്, വിച്ച് ഇസ് എ വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. നമുക്ക് 21, പ്രത്യേകിച്ച് ഇപ്പം ലോക്സഭ ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞപ്പോൾ അറിയാം 18 years കഴിഞ്ഞിട്ടുള്ള എല്ലാവർക്കും എന്താണ്? വോട്ടിംഗ് റൈറ്റ് ഉണ്ട്. ആൻഡ് which comes with a 61st constitutional amendment. Okay, now voting age of India was reduced from 21 to 18 years through 61st amendment of constitution, which was in 1988. അപ്പൊ 1988 വരെ എന്തായിരുന്നു? 21 years ആയിരുന്നു. ഓക്കെ, initially when the constitution of India was adopted in 1950, voting age എത്രയായിരുന്നു? 21 ആയിരുന്നു. അതായത് സമയം കഴിയും തോറും 21 വേണ്ട 18 years ആവുമ്പോഴേ ആൾക്കാർക്ക് വോട്ട് ചെയ്യാനുള്ള മെച്യൂരിറ്റി ഉണ്ട് എന്നുള്ളൊരു റിയലൈസേഷൻ നമ്മളുടെ എന്താണ് മേക്കേഴ്സിന് തോന്നുകയും ആ 21 years 18 years ആക്കുകയും ചെയ്തു. ഇത് നൗ ഏത് ആർട്ടിക്കിളിലാണ് ഈ വോട്ടിങ്ങിനെ പറ്റിയിട്ട്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏത് ആർട്ടിക്കിളിലാണ് വോട്ടിംഗ് ഏജിനെ പറ്റി മെൻഷൻ ചെയ്തിരിക്കുന്നത്? വിച്ച് ഇസ് ആർട്ടിക്കിൾ 326. ഓക്കെ, 326ാമത്തെ ആർട്ടിക്കിളിലാണ് വോട്ടിംഗ് ഏജിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. 61st അമെന്റ്മെന്റ് പ്രകാരം വിച്ച് ഹാപ്പൻഡ് ഇൻ 1988, അത് പ്രകാരം എന്ത് ചെയ്തു? 21 years എന്നുള്ളത് 18 years ആക്കി ആർട്ടിക്കിൾ 326. ഓക്കെ, okay, I hope that's clear. So ഏത് അമെന്റ്മെന്റ് ആണ് ആർട്ടിക്കിൾ 21 years 18 years ആക്കിയത്? which is the 61st amendment. Okay, now what is the maximum strength of Lok Sabha? which is 552. 552 ആണ് ലോക്സഭയുടെ സ്ട്രെങ്ത്. ലോവർ ഹൗസിൽ 552 പേരാണുള്ളത്. maximum strength of Lok Sabha, the lower house of India's parliament, is determined by the Constitution of India. 552 seats up to 530 members സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. 20 members യൂണിയൻ ടെറിട്ടറീസിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ഈ സ്റ്റേറ്റിനെയും യൂണിയൻ ടെറിട്ടറീസിനെയും റെപ്രസെന്റ് ചെയ്ത് എല്ലാ സ്റ്റേറ്റിൽ നിന്നും എല്ലാ സ്ഥലത്തു നിന്നുമുള്ള മാക്സിമം റെപ്രസെന്റേഷൻ വരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ആൾക്കാരെ വെച്ചിട്ട് നമ്മുടെ ലോക്സഭ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതായത് കേരളത്തിൽ നിന്ന് ഇത്രയും ആൾക്കാർ റെപ്രസെന്റ് ചെയ്യണം, തമിഴ്നാട്ടിൽ നിന്ന്, അപ്പൊ പോപ്പുലേഷൻ അനുസരിച്ചിട്ടാണ് ആൾക്കാർ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം എന്താ പറയാ, ഇപ്പൊ ഗോവ ചെറിയ സ്റ്റേറ്റ് ആണ്, പോപ്പുലേഷൻ കുറവാണ്, അതിനനുസരിച്ച് മാത്രമേ അവിടെ ആൾക്കാർ ലോക്സഭയിൽ റെപ്രസെന്റേറ്റീവ്സ് ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, വലിയ സ്റ്റേറ്റുകളിൽ ഒരുപാട് റെപ്രസെന്റേറ്റീവ്സ് ഉണ്ടാവും. Which schedule of the constitution contains a list of languages recognized by the constitution? Okay, ഏത് സ്കെഡ്യൂളിലാണ് ലൈക്ക് എയ്ത്ത് സ്കെഡ്യൂളിലാണ് എന്താണ് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ലാംഗ്വേജസ് ഉള്ളത്? എത്ര ലാംഗ്വേജസ് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ? 22 ലാംഗ്വേജസ് എന്താണ് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്.
ഇനിഷ്യലി 8th ഷെഡ്യൂൾ 14 ലാംഗ്വേജസേ ഉള്ളായിരുന്നു, പിന്നെ അത് 22 ലാംഗ്വേജ് ആക്കി മാറ്റി. ഓക്കെ, സോ ദ 8th ഷെഡ്യൂൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ lists the official languages recognized by Indian constitution, and it contained 14 languages. Now it is 22 languages. Okay, now ഈ 22 languages ഏതാന്ന് ഒരു ഏതെങ്കിലും നമ്മൾ അല്ലാത്ത ഈ 22ൽ ഇൻക്ലൂഡ് ചെയ്യപ്പെടാത്ത ലാംഗ്വേജസ് കാണിക്കുവാണെങ്കിൽ അതല്ലാന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടെങ്കിലും we should have an idea ഏതൊക്കെയാണെന്നുള്ളത്. സോ ആസാമീസ്, ബംഗാളി, ബോഡോ, ഡോങ്ക്രി, ഗുജറാത്തി, ഹിന്ദി, കന്നഡ, കാശ്മീരി, കൊങ്കണി, മൈഥിലി, മലയാളം, മണിപ്പൂരി, മറാഠി, നേപ്പാളി, ഒഡിയ, പഞ്ചാബി, സാൻസ്ക്രിറ്റ്, സാന്തലി, സിന്ധു, തമിഴ്, തെലുങ്കു ആൻഡ് ഉറുദു. ഓക്കെ, ഇത്രയും ലാംഗ്വേജസ്, ഇത്രയും 22 ലാംഗ്വേജസ് ആണ് ഏത് സ്കെഡ്യൂളിലാണ് പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ 8th ഷെഡ്യൂളിലാണ് ഈ 22 ലാംഗ്വേജസ്. ഇനിഷ്യലി എത്ര ലാംഗ്വേജസ് ഉണ്ട്? ഒരു സ്റ്റേറ്റ്മെന്റ് തരുവാണ്, ഇനിഷ്യലി തന്നെ 22 ലാംഗ്വേജസ് ഉണ്ടായിരുന്നു എന്ന് പറയുവാണെങ്കിൽ വിച്ച് ഇസ് റോങ്. എത്ര ഉണ്ടായിരുന്നുള്ളൂ? 14 ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് 22 ലാംഗ്വേജസ് ആക്കി മാറ്റുന്നത്. ഓക്കെ, നൗ the DPSP or Directive Principles of State Policy are enshrined in which part of the Constitution? It is Part 4. നമ്മൾ Part 1 പറഞ്ഞു യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ്, Part 2 പറഞ്ഞു എന്താണ് സിറ്റിസൺഷിപ്പ്, Part 3 പറഞ്ഞു എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, Part 4 is DPSP. ഓക്കെ, Part 5 നമ്മൾ എക്സിക്യൂട്ടീവിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നൗ Part 4 DPSP ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ്. 36 to 51 സെറ്റ്സ് ഫോർത്ത് ഗൈഡ് ലൈൻസ് ഓഫ് ഫ്രെയിമിംഗ് ഓഫ്. എന്താണ് DPSP എന്ന് പറഞ്ഞാൽ? സ്റ്റേറ്റ് ലോസ് ഉണ്ടാക്കുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങളാണ് DPSPയിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അത് 36 മുതൽ 51 വരെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് DPSP ആണ്. ആൻഡ് പാർട്ട് 4A എന്ന് പറയുന്നത് എന്താണ്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ്. അത് ഒറ്റ ആർട്ടിക്കിളിലാണ്, ആർട്ടിക്കിൾ 51A അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. എല്ലാ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും ഒറ്റ ആർട്ടിക്കിളിൽ ABCD എന്നുള്ള സെഷൻ തിരിച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. വിച്ച് ഇസ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, വിച്ച് ഇസ് പാർട്ട് 4A. സോ പാർട്ട് 4 എന്ന് പറയുന്നത് എന്താണ്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആണ് DPSP. പാർട്ട് 4A എന്ന് പറയുന്നത് എന്താണ്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ്. സോ പാർട്ട് 1 നമ്മൾ യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ് പറഞ്ഞു. പാർട്ട് 2 സിറ്റിസൺഷിപ്പ് പറഞ്ഞു. പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റ്സ് പറഞ്ഞു. പാർട്ട് 4 DPSP പറഞ്ഞു. പാർട്ട് 4A is ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഓക്കെ, സോ ഇപ്പൊ തന്നെ നമ്മൾ 5 പാർട്സ് പഠിച്ചു. ഓക്കെ, നൗ the president of India is elected by an electoral college consisting of. ഓക്കെ, പ്രസിഡന്റ് ഓഫ് ഇന്ത്യനെ എലക്ട് ചെയ്യുന്ന ഇലക്ട്രൽ കോളേജിൽ എത്ര പേരുണ്ട് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സോ അത് എത്ര പേരുണ്ടെന്നല്ല, ആരൊക്കെയാണ് ഇൻക്ലൂഡഡ് ആവുന്നതെന്ന്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ബോത്ത് ഹൗസസ് ഓഫ് പാർലമെന്റ് വിച്ച് ഇസ് ലോക്സഭ, രാജ്യസഭ ആൻഡ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്. ഓക്കെ, ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഓഫ് സ്റ്റേറ്റ്സ്. ഓക്കെ, സോ ഇവിടുത്തെ ഓപ്ഷൻസിൽ കറക്റ്റ് മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് മാത്രമല്ല, മെമ്പേഴ്സ് ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി മാത്രമല്ല. സോ എലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ബോത്ത് ഹൗസസ് ഓഫ് പാർലമെന്റ്, രണ്ട് പാർലമെന്റ് ഹൗസിലെ ആൾക്കാരും ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ എലക്ടഡ് മെമ്പേഴ്സും കൂടെ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യനെ എലക്ട് ചെയ്യുന്നത്. ആൻഡ് പ്ലസ് എലക്ടഡ് മെമ്പേഴ്സ് ഓഫ് യൂണിയൻ ടെറിട്ടറീസ് ഓഫ് ഡൽഹി ആൻഡ് പുതുച്ചേരി ഉണ്ട്. ഇവിടെ ഓപ്ഷനിൽ ഏറ്റവും അലൈൻ ചെയ്തിരിക്കുന്നത് C ആണ്, ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ബോത്ത് ഹൗസസ് ഓഫ് പാർലമെന്റ് ആൻഡ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. ഓക്കെ, so electoral college for the election of president of India includes elected members of Lok Sabha, House of People, which is the lower house. Elected members of Rajya Sabha, Council of States, which is the upper house. Elected members of legislative assemblies of states, എല്ലാ സ്റ്റേറ്റ്സിന്റെയും പ്ലസ് യൂണിയൻ ടെറിട്ടറി ഓഫ് ഡൽഹി ആൻഡ് പുതുച്ചേരി. ഇത്രയും അവിടുത്തെ ഇലക്ടഡ് മെമ്പേഴ്സ് ആണ് ആരെ എലക്ട് ചെയ്യുന്നത്? പ്രസിഡന്റിനെ എലക്ട് ചെയ്യുന്നത്. ഓക്കെ, നൗ ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? നമ്മുടെ ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ് ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. വിച്ച് ഇസ് എ വെരി ഫാക്ച്വൽ ക്വസ്റ്റ്യൻ. അത് എക്സ്പ്ലനേഷൻ ഒന്നും ഇല്ല, ആവശ്യമില്ല. വാട്ട് ഈസ് ദ മിനിമം ഏജ് ഫോർ എ പേഴ്സൺ ടു ബിക്കം എ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആവാൻ വേണ്ടിയിട്ട് എത്ര ഇയർ ആണ് ആവേണ്ടത്? 35 ഇയേഴ്സ് ആണ് വേണ്ടുന്നത്. സോ അക്കോർഡിംഗ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, minimum age required to become the president of India is 35 years. Okay, so ഇത് ഏത് ആർട്ടിക്കിളിലാണ് ഇത് പറയുന്നത്? ആർട്ടിക്കിൾ 58 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് ഈ
ക്വാളിഫിക്കേഷൻ ഫോർ എലക്ഷൻ ഓഫ് പ്രസിഡന്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ വാട്ട് ഇസ് ഇറ്റ്? ആർട്ടിക്കിൾ 35 ഓഫ് ഇന്ത്യൻ ആർട്ടിക്കിൾ 58 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട് എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ആണ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആവാൻ വേണ്ടിയിട്ട് ഒരു ആൾക്ക് വേണ്ടുന്നത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ വിച്ച് ഇസ് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു ക്രൈറ്റീരിയ ആണ് 35 വയസ്സാവണം, ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം എന്നുണ്ട്, 35 ഇയേഴ്സ് ഓഫ് ഏജ് മിനിമം ഉണ്ടെങ്കിൽ മാത്രമേ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആവാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, now Article 15, Indian Constitution, the idea of a union of states in the Indian Constitution has been derived from. So, union of states എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഏത് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്? വിച്ച് ഇസ് ഫ്രം ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ DPSP ഏത് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്? വിച്ച് ഇസ് ഫ്രം ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ. സോ ഫണ്ടമെന്റൽ റൈറ്റ്സ് എവിടെ നിന്നാണ്? US കോൺസ്റ്റിറ്റ്യൂഷൻ. സോ ബേസിക്കലി പല കോൺസെപ്റ്റ് നമ്മളുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ കോൺസെപ്റ്റുകളെല്ലാം പല കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എന്താ പറയാ മനസ്സിലാക്കി ഇവോൾവ് ചെയ്ത് നമ്മൾ എടുത്തിട്ടുള്ളതാണ്. സോ ഡിറൈവ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. നമ്മളുടെ ഇന്ത്യൻ പെർസ്പെക്റ്റീവിൽ എങ്ങനെ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ഒരു ഇവല്യൂഷൻ കൊടുത്തിട്ടാണ് നമ്മളുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ. അതായത് പല കോൺസെപ്റ്റുകളും പല സ്ഥലത്തു നിന്ന് എടുത്തതാണ്. ഓക്കെ, പാർലമെന്ററി ഫോം എടുത്തത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ. സോ ബേസിക്കലി പല കാര്യങ്ങളും പലയിടത്തുനിന്നാണ്. യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എടുത്തിരിക്കുന്ന ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഓക്കെ, നൗ വിച്ച് പാർട്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ഒഫീഷ്യൽ ലാംഗ്വേജ്? പാർട്ട് 17 ഒഫീഷ്യൽ ലാംഗ്വേജിന്റെ കാര്യം പറയുന്നത്. ഒഫീഷ്യൽ ലാംഗ്വേജ് എന്താണ്? ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്. ആസ് ഓഫ് നൗ ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് ആർ ഒഫീഷ്യൽ ലാംഗ്വേജസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ വി ഡോണ്ട് ഹാവ് നാഷണൽ ലാംഗ്വേജ്, വി ഓൺലി ഹാവ് ഒഫീഷ്യൽ ലാംഗ്വേജ് വിച്ച് ഇസ് ഒഫീഷ്യൽ ആയിട്ടുള്ള പേർപ്പസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ് ഗവൺമെന്റോ ഏതെങ്കിലും ഒരു റെസ്പോൺസിബിൾ അതോറിറ്റി ഇറക്കുമ്പോൾ രണ്ട് ലാംഗ്വേജസിലാണ് ഇത് ഇറക്കുക, ഹിന്ദി ആൻഡ് English. Okay, because it is the official language and which is in part 17. Okay, so the part of Indian Constitution that deals with official language is part 17. This part is titled Official Language and contains provision related to languages to be used for official purposes of the union and the state. Okay, so യൂണിയന്റെയും സ്റ്റേറ്റിന്റെയും ഒഫീഷ്യൽ പർപ്പസസിന് വേണ്ടി യൂസ് ചെയ്യേണ്ട ലാംഗ്വേജിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് പാർട്ട് 17 As of now it is Hindi and English. Okay, now which article of the Indian Constitution directs the state to take steps to separate the judiciary from executive in public services? So okay, നമ്മുടെ ആർട്ടിക്കിൾ 50 പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ വിച്ച് ഇസ് എ DPSP. അതിനകത്ത് പറയുന്നുണ്ട് എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും തമ്മിൽ ക്ലിയർ ആയിട്ട് സെപ്പറേഷൻ വേണം എന്നുള്ളത്. സോ എന്തിനാണ് ജുഡീഷ്യറിക്ക് ഇവര് ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ പലപ്പോഴും ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തില്ല. ലോ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ലെങ്കിൽ പലപ്പോഴും ജുഡീഷ്യൽ റിവ്യൂസ് നടക്കാറുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം ജുഡീഷ്യറിക്ക് എന്താണ് വേണ്ടുന്നത്? ഇൻഡിപെൻഡൻസ് വേണം. സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ സിനാരിയോയിൽ ദർ ഇസ് ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസ്. സോ ഓർ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി ആണ് ഇന്ത്യയിൽ ഉള്ളത്. സോ അത് separation of executive and judiciary എന്ന് പറയുന്ന കോൺസെപ്റ്റ് പറയുന്നത് ആർട്ടിക്കിൾ 50 which is a DPSP. Okay, so here article 50 of the Indian Constitution is the directive principle of state policy. ഏത് പാർട്ടാണത്? പാർട്ട് 4 of the Indian Constitution ആണ് directive principles. Okay, it outlines the separation of judiciary from executive in the state. എന്താണ് കറക്റ്റ് ആയിട്ട് ആർട്ടിക്കിൾ 50 എന്താണ് പറഞ്ഞിരിക്കുന്നത്? This is the exact wordings. Okay, separation of judiciary from executive. The state shall take steps to separate the judiciary from executive in the public services of the state. Okay, so separation, the state shall take steps to separate the judiciary from executive in the public services of the state in order to maintain the independence of each organization. Okay, now 18. The right to move freely throughout the territory of India comes under which article of the Constitution? Which comes under Article 19. Article 19 so Article 19 right freedom ആണ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ. സോ അതിനെ സബ്ഡിവൈഡ് ചെയ്തിട്ടുണ്ട് 6 എണ്ണമായിട്ട്. റൈറ്റ് ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, നമുക്ക് എക്സ്പ്രസ് ചെയ്യാനും സംസാരിക്കാനും വേണ്ടിയിട്ടുള്ള റൈറ്റ്. റൈറ്റ് ടു അസംബിൾ പീസ്ഫുള്ളി ആൻഡ് വിതൗട്ട് ആംസ്, ആംസ് ഇല്ലാതെ അസംബിൾ ചെയ്യാനുള്ള റൈറ്റ്. freedom to form associations and unions, യൂണിയൻ ഫോം ചെയ്യാനും അസോസിയേഷൻ ഫോം ചെയ്യാനുമുള്ള റൈറ്റ്. freedom to move freely throughout the territory of India, which was a question I think. So yeah, നമ്മളുടെ ഇന്ത്യൻ ടെറിട്ടറിയിൽ ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനുള്ള റൈറ്റ്.
ഫ്രീഡം ടു റിസൈഡ് ആൻഡ് സെറ്റിൽ ഇൻ എനി പാർട്ട്, എവിടെയെങ്കിലും ചെന്ന് സ്ഥലം വാങ്ങിച്ച് താമസിക്കണമെങ്കിൽ അത് ചെയ്യാനുള്ള റൈറ്റ്. ഫ്രീഡം ടു പ്രാക്ടീസ് എനി പ്രൊഫഷൻ ഓർ ക്യാരി ഓൺ എനി ഓക്യുപ്പേഷൻ, ട്രേഡ് ഓർ ബിസിനസ്. നമുക്ക് വേണ്ടുന്ന പ്രൊഫഷൻ അല്ലെങ്കിൽ അതിനുള്ള ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ അതിന്റെ ഏത് പ്രൊഫഷൻ വേണേലും ആർക്ക് വേണമെങ്കിലും ഫോളോ ചെയ്യാനുള്ള റൈറ്റ്. ഇതെല്ലാം പറയുന്നത് ആർട്ടിക്കിൾ 19ലാണ്. ഓക്കെ, സോ ആർട്ടിക്കിൾ 19ൽ സബായിട്ട് ABC 6 എണ്ണം ഉണ്ട്. സോ അതില് റൈറ്റ് ടു സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഉണ്ട്, അസംബിൾ പീസ്ഫുള്ളി വിത്തൗട്ട് ആംസ് ഉണ്ട്, അസോസിയേഷൻ ഫോം ചെയ്യുന്ന കാര്യമുണ്ട്, മൂവ് ഫ്രീലി ത്രൂ ഔട്ട് ദ ടെറിട്ടറി, റിസൈഡ് ആൻഡ് സെറ്റിൽ, പ്രാക്ടീസ് എനി പ്രൊഫഷൻ. സോ ഇത്രയും കാര്യങ്ങൾ എവിടെയാണ് വരുന്നതെന്ന് ഏതെങ്കിലും എടുത്ത് ചോദിക്കുവാണെങ്കിൽ ഇറ്റ് കംസ് അണ്ടർ ആർട്ടിക്കിൾ 19. കുറച്ചും കൂടെ വൈഡ് ആയിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ റൈറ്റ് ടു ഫ്രീഡം എന്നുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ കീഴിലാണ് വരുന്നത്. ഓക്കെ, who's the constitutional head of state government? Yeah, who's the head of state government? ആരാണ് head of state government? ചീഫ് മിനിസ്റ്റർ ആണ് head of state government. Constitutional head ആരാണ്? ഗവർണർ ആണ്. I think I've explained it. How many fundamental duties are noticed in the Indian Constitution? 11 fundamental duties ആണുള്ളത്. എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? 51A പറഞ്ഞിട്ടുള്ളത്. പാർട്ട് 4A. ഓക്കെ, പാർട്ട് 4 എന്താണ്? DPSP ആണ്. 4 എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ്. 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ്. 51A ABCD എന്ന് പറഞ്ഞത് ഒരു ആർട്ടിക്കിളിൽ തന്നെയാണ് ഈ 11 എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നൗ the fundamental duties of citizens in India are listed under Part 4A of the Constitution, specifically under Article 51A. Okay. These duties were added by the 42nd Amendment Act 1976. Okay. 42nd Amendment Act 1976 ലാണ് ഈ duties പറഞ്ഞിട്ടുള്ളത്, based on the recommendation of Swaran Singh Committee that was constituted by the government in 1976. Okay. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയ സമയം മുതലേ ഉള്ളതല്ല. ഓക്കെ, സോ 42ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റിലാണ് നമുക്ക് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്യണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് വരികയും അത് ആഡ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്തു, വിച്ച് ഇസ് via 42nd. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ വരുവാണ്, തുടങ്ങിയപ്പോൾ മുതലേ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നപ്പോൾ മുതലേ ഫോം ചെയ്തപ്പോൾ മുതലേ ഉണ്ടായിരുന്നു ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് ചോദിച്ചാൽ എന്താണ്? ഇല്ല. ഓക്കെ, സോ 42nd അമെന്റ്മെന്റില് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്തു. സ്വരൻ സിംഗ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിലാണ് 1976 ഇത് ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദീസ് ആർ ദ 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്: to abide by the constitution and respect its ideals and institutions, to cherish and follow the noble ideas that inspired national struggle of freedom, sovereignty, unity and integrity uphold and protect ചെയ്യുക, national service ചെയ്യുക, common brotherhood among people, practice dignity of women, preserve rich heritage, natural environment ne protect ചെയ്യുക, scientific temper ഉണ്ടാവുക, public property safeguard ചെയ്യുക or protect ചെയ്യുക, ഇൻഡിവിജ്വലിന്റെ എക്സലൻസ് ഇൻ ഓൾ സ്പിയേഴ്സ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ് ആക്ടിവിറ്റി. സോ ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് 11 fundamental duties which is in 51A, which is part 4A of Indian Constitution, which comes in 42nd Amendment Act. Okay, 42nd Amendment ലാണ് 1976 ലാണ് സ്വരൻ സിംഗ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിലാണ് അത് വരുന്നത്. ഓക്കെ, സോ ഇത്രയാണ് 20 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്. ഇത് എന്താ പറയാ, ഐ തിങ്ക് ദീസ് ക്വസ്റ്റ്യൻസ് ആർ ക്ലിയർ. ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ ആയിരുന്നു. കുറച്ച് ഫാക്ച്വൽ ആയിട്ടുള്ളത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഇല്ല. പ്രിയാമ്പിളിനെ നമ്മൾ പ്രിഫേസ്ഡ് ആണ് പറയുന്നത്. 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ഉള്ളത്. 6 എന്തൊക്കെയാന്ന് നോക്കുക. ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി പറയുന്നുണ്ട്. പ്രസിഡന്റിനാണ് ഡിസോൾവ് ചെയ്യാനുള്ള റൈറ്റ് ഉള്ളത് ലോക്സഭേനെ. ദെൻ പാർട്ട് 5 എന്താണ് പറയുന്നത്? എക്സിക്യൂട്ടീവിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ദെൻ രാജ്യസഭാ മെമ്പേഴ്സിൽ 6 years ആണ് ടേം ഉള്ളത്. പക്ഷെ ലോവർ ഹൗസ് അല്ലെങ്കിൽ ലോക്സഭയിലാണെങ്കിൽ അത് 5 years ആണ്. ദെൻ ഹെഡ് ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ന് പറയുന്നത് ചീഫ് മിനിസ്റ്റർ ആണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് വോട്ടിംഗ് ഏജ് 21 18 ആക്കിയത് ഏത് അമെന്റ്മെന്റിലാണ്? 65th അമെന്റ്മെന്റിലാണ്, 1988 ആൻഡ് one second. Okay, so and
1 second. ഓക്കെ. സോ മാക്സിമം സ്ട്രെങ്ത് ഓഫ് ലോക്സഭ എന്ന് പറയുന്നത് 552 ആണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്നത്. ദെൻ 8th സ്കെഡ്യൂളിലാണ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള 22 ലാംഗ്വേജസ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ് ഈ ലാംഗ്വേജസ് എന്നുള്ളതൊന്ന് നോക്കി വെക്കുക. പാർട്ട് 4ലാണ് DPSP പറയുന്നത്. പാർട്ട് 4A ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പറയുന്നത്. പ്രസിഡന്റ് ഓഫ് ഇന്ത്യനെ എലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ലോക്സഭ, ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ, elected members of Legislative Assembly of State and Union Territory of elected members of Union Territory of Delhi and Puducherry. Then father of Indian Constitution B.R. Ambedkar. Minimum age to become president is 35, which is written in Article 58 of Indian Constitution. Then Union of States എന്ന് പറയുന്ന കോൺസെപ്റ്റ് എടുത്തിരിക്കുന്ന ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് എന്നുള്ള കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് പാർട്ട് 17ലാണ്. Then ജുഡീഷ്യറി ആൻഡ് എക്സിക്യൂട്ടീവ് സെപ്പറേഷൻ പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ 50 ആണ്, വിച്ച് ഇസ് എ DPSP. ദെൻ ആർട്ടിക്കിൾ 19ലാണ് നമുക്ക് എന്തിനുള്ള അവകാശമുള്ളത്, മൂവ് ഫ്രീലി ത്രൂ ഔട്ട് ദ ടെറിട്ടറി. ആർട്ടിക്കിൾ 19ലുള്ള ഈ സബ്സെക്ഷൻസ് ആയിട്ടുള്ള 6 ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, അത് എന്തായാലും നോക്കി വെക്കണം. ദെൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഗവർണർ ആണ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് 11 ഉണ്ട്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇംപ്ലിമെന്റ് ചെയ്ത സമയത്ത് തന്നെ ഉണ്ടായിരുന്നില്ല. 42nd അമെന്റ്മെന്റ് പ്രകാരമാണ് വന്നിട്ടുള്ളത്, വിച്ച് കംസ് അണ്ടർ സ്വരൻ സിംഗ് കമ്മിറ്റി റെക്കമെൻഡേഷൻ പ്രകാരമാണ് വന്നത്. 1976 വന്നത്. 4A പാർട്ട് 4A. ഓക്കെ. ഇനി 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഏതാന്നുള്ളത് ഒന്ന് നോക്കി വെക്കുക. ഓക്കെ. സോ ദീസ് വർ ദ 20 questions. ഒന്ന് ബ്രീഫ് ആയിട്ടൊരു എക്സ്പ്ലനേഷൻ ആണ് തന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ വായിക്കുക. ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ബാക്കി കാര്യങ്ങൾ നമ്മൾ ഇനി ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് മറ്റു കാര്യങ്ങളുമാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഫണ്ടമെന്റൽ റൈറ്റ്സ് 12 to 35 പാർട്ട് 4 മൊത്തം നോക്കുക. DPSP 36 to 51 പറഞ്ഞിട്ടുള്ളത് ബാക്കിയെല്ലാം നോക്കണം. 51A ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് 11 കൊടുത്തിരിക്കുന്നത് നോക്കുക. സോ ഇതൊരു ബ്രീഫ് എക്സ്പ്ലനേഷൻ ഓഫ് ദീസ് 20 questions ആയിരുന്നു. ഈ 20 questions ഡൗട്ട് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുകയാണ്. സോ താങ്ക് യു.